ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്നൊരു ചെറിയ ഫ്രിഡ്ജ് ടൂർ ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള സാധനങ്ങൾ എന്താണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതാ തുറക്കുമ്പോൾ തന്നെ ഡോറിൽ നമ്മൾ കുറേ ഓറഞ്ചൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പെടന്ന് കിടന്നത് ഈസ്റ്റാണ്, അതെടുത്ത് നേരെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഹോർലിക്സിൻ്റെ കവർ ഇരിപ്പുണ്ട്. നമ്മൾ ബൂസ്റ്റാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വന്ന് ബൂസ്റ്റിൻ്റെ അകത്തൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഹോർലിക്സ് ആക്കി. പിന്നെ ഇരിക്കുന്നത് നമ്മുടെ ഏലക്കയാണ്. അത് കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ താഴെയും കുറേ ഓറഞ്ച് ഇരിപ്പുണ്ട്, നാരങ്ങ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഓറഞ്ചിനൊന്നും ഒട്ടും വിലയില്ല, അതുകൊണ്ട് അങ്ങ് മേടിച്ച് വെക്കും. ഇതൊക്കെ അച്ചാറാണേ. പിന്നെ തക്കാളി ഇരിപ്പുണ്ട് ആ ഒരു ഇതിൽ. പിന്നെ ഏറ്റവും താഴെയായിട്ട് ഇതെന്താ, മോള് മുഖത്ത് തേക്കാൻ വേണ്ടി എന്നാണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. നാരങ്ങ അച്ചാറുണ്ട്, നെല്ലിക്കയുണ്ട്, പിന്നെ അത് മീനച്ചാറാണ്, അതും ഇരിപ്പുണ്ട്. ഇത്രയാണ് നമ്മുടെ ഡോറിലുള്ള സാധനങ്ങൾ. അപ്പം നമുക്കിനി ബാക്കി എന്താണെന്ന് നോക്കാം. ചാമ്പയ്ക്കയാണ്. നമ്മുടെ ഇവിടെ ചാമ്പങ്ങ എന്നാണ് പറയുന്നത്. അത് കുറേ ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചാമ്പയിൽ. അല്ലെങ്കിൽ കിളി മുഴുവൻ കൊണ്ട് കഴിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് പറിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ്. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് യൂസ് ചെയ്യാമല്ലോ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ പച്ചക്കറിയും ഒക്കെ ഇരിപ്പുണ്ട്. മുളക് ഇരിപ്പുണ്ട്, ഇത് വെള്ളരിക്കയാണ്. പിന്നെ 2 പാത്രം നിറച്ച് തൈര് ഇരിപ്പുണ്ട്, തൈരാണിത്. പിന്നെ ബാക്കി ഇരിക്കുന്നത് ഇഞ്ചി, കുറേ ഇഞ്ചി പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഇരിക്കുന്നത് ഈ പാത്രത്തിലുള്ളത് നെല്ലിക്കയാണ്. എനിക്ക് രാവിലെ ഇന്ന് നെല്ലിക്ക ജ്യൂസ് കുടിക്കണം, അപ്പം ഞാൻ കുറച്ച് നെല്ലിക്ക മേടിച്ച് വെച്ചേക്കുന്നതാണ്. നല്ല ഫ്രഷ് നെല്ലിക്കയാണ്, കണ്ടോ, കുറേ നെല്ലിക്ക ഇരിപ്പുണ്ട്. പിന്നെ ബാക്കിയൊക്കെ പച്ചക്കറിയാണ്. ഇത് കണ്ടോ, ഇത് ആര്യവേപ്പിലയാണ്, മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് പറിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഈ ഇരിക്കുന്നത് ഫുള്ള് കരിവേപ്പിലയാണ്. ഇതിൻ്റെ താഴെ ഇരിക്കുന്നത് എന്നായിരുന്നു, കുമ്പളങ്ങ മത്തങ്ങ എല്ലാം ഉണ്ട് കേട്ടോ, പീസ് പീസാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പയറും ബീൻസുമാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തിരിക്കുന്നത് നിറച്ച് മാങ്ങയാണ്, പച്ചമാങ്ങയാണ്. നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിക്കൊണ്ട് വെച്ചേക്കുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഇവിടെ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഇന്നലെ ഞാൻ വീട്ടിൽ പോയായിരുന്നേ, അപ്പോൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും പറിച്ചുകൊണ്ട് വന്നതാണ്, മുരിങ്ങയിലയാണ്. അമ്മ കുറേ അങ്ങ് പറിച്ച് തന്ന് വിട്ടതാണ്, ഇത് കഴിച്ചാൽ നല്ലതാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് മുരിങ്ങയില ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ താഴത്തെ നിലയിൽ ഉള്ളത് കേട്ടോ ഫ്രിഡ്ജിൻ്റെ. ഇനി ഫ്രീസറിൻ്റെ അകത്തുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. അത് എൻ്റെ ഏരിയ അല്ല കേട്ടോ, എൻ്റെ മക്കളുടെ ഏരിയ ആണ്. അതിൽ നമ്മൾ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഫ്രീസറിലേക്ക് പോകാം. അപ്പോൾ തുറന്ന് വന്നത് ആദ്യമേ ഇരിക്കുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഡോറിൽ ഇരിക്കണത് സ്ട്രോബെറിയാണ്. ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. കുറച്ച് സ്ട്രോബെറി ഇരിപ്പുണ്ട്. കോഴിയാണെങ്കിൽ ഭയങ്കര ബഹളം, എൻ്റെ ഒച്ച കേട്ടിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ അടുക്കളയിലുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ കേട്ടോ, ഭയങ്കരമായിട്ട് കിടന്ന് കൂവിക്കൊണ്ടിരിക്കുവേ നമ്മുടെ കോഴിപ്പിള്ളേർ. ഇതുണ്ടോ, കുറച്ച് സ്ട്രോബെറി ഇരിപ്പുണ്ട്. കാണാനുള്ള ഭംഗി മാത്രമാണല്ലോ ഉള്ളൂ, വായി വെക്കാൻ കൊള്ളില്ല. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ആർക്കും വേണ്ട, ഫ്രിഡ്ജിൻ്റെ ഡോറിൽ കൊണ്ട് വെച്ചേക്കുകയാണ്. പിന്നെ പിള്ളേരൊക്കെ തിന്നോളൂ കേട്ടോ, അവർക്ക് ഇഷ്ടമാണ്. എനിക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതിൻ്റെ ഒരു മണമുണ്ട്, അതും എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഫ്രിഡ്ജിൽ ഞാൻ മുട്ടയൊന്നും വെക്കില്ലേ, മുട്ട ഞാൻ പുറത്താണ് വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തിരിക്കുന്നത് നമ്മുടെ കിസ്മിസൊക്കെയാണ്. ഇതെപ്പോഴും കാണും, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ തോന്നും, അതുകൊണ്ട് മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്നതാണ്. അത്രയാണ് നമ്മുടെ ഡോറിലുള്ളത്. ഇനി ഇന്നലെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നേ, അപ്പോൾ നമ്മളൊരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇരിക്കുന്ന കേക്കാണ് ഇത്. ഇന്നിനി പിള്ളേർ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് അത് കഴിച്ചങ്ങ് തീർത്തോളും. അപ്പോൾ അത് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്തിരിക്കുകയാണ്, ഇന്നലെ അമ്പലത്തിൽ പോയായിരുന്നേ, അപ്പോൾ പോയപ്പോഴത്തേക്ക് ഞാൻ പായസം വാങ്ങിക്കൊണ്ട് വന്നതാണ്. അത് നല്ലതാ കട്ടിക്ക് അവിടെ ഇരിപ്പുണ്ട്. ഇനി ബാക്കി ഇരിക്കണേ, അത് ഞാൻ ഇന്നലെ വാങ്ങിയതാണേ, കേക്ക്. ഇന്നലെ എന്താണെന്നറിയില്ല, മക്കൾക്ക് ഇത് ആവശ്യം വന്നില്ല. പേസ്ട്രി കേക്കൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു കേക്കിലേക്ക് ആരും അങ്ങോട്ട് പിടുത്തു വിട്ടില്ല, അതുകൊണ്ട് ഞാനതങ്ങോട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത്രയാണ് നമ്മുടെ ഏറ്റവും മുകളിലത്തെ തട്ടിലുള്ളത്. ഇനി താഴെ ഇരിക്കണം, ഇവിടെ കാണിച്ചു തരാം. ഇതും പിള്ളേരുടെ സാധനങ്ങളാണ്. ഡേറ്റ്സ് ആണ്, അവർക്ക് ഇന്ന് ഡേറ്റ്സ് ഒക്കെ ഞാൻ കൊടുക്കും കേട്ടോ. അറേബ്യൻ ഡേറ്റ്സ് എന്ന് പറഞ്ഞത് 2 കവർ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം തീരാറായി, ഒരെണ്ണം നമ്മൾ പൊട്ടിച്ചിട്ടില്ല കേട്ടോ, പകുതി ആയിട്ടുണ്ട്. ഒരു പൊട്ടിച്ചത് പകുതി ആയിട്ടുണ്ട്, മറ്റേത് ഫുള്ളായിട്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.